നമ്മുടെ ഐഫോണിനകത്ത് നമുക്കെങ്ങനെ എളുപ്പത്തിൽ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കൺട്രോൾ സെൻറ്ററിൽ ഇവിടെ ഇപ്പോൾ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യേണ്ടയും ഡിസേബിൾ ചെയ്യേണ്ട ഈ ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത് കാണാം. ഇതെങ്ങനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഡാർക്ക് മോഡ് ഡിസേബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാർക്ക് മോഡ് ഇനേബിൾ ആവും. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ ഈ കൺട്രോൾ സെൻറ്ററിൽ വന്നു എന്ന് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഇതെങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനാദ്യമായിട്ട് നമ്മൾ സെറ്റിങ്സിലോട്ട് പോവുക. അതിനുശേഷം നമുക്കിവിടെ കൃത്യമായിട്ട് കൺട്രോൾ സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഇത്തരത്തിൽ ഈ ഇൻക്ലൂഡഡ് കൺട്രോൾസ് എന്നുള്ള ഏരിയയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അതിൽ ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിൽ ഈ ഏരിയ കാണാനായിട്ട് കഴിയില്ല, ഈ ഡാർക്ക് മോഡിൻ്റെ സെറ്റ് ചെയ്യേണ്ട ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് നമുക്കിവിടെ കൃത്യമായിട്ട് ഈ കൺട്രോൾ സെൻറ്റർ എന്നുള്ള ഈ ഓപ്ഷൻ്റെ താഴെയായിട്ടുള്ള ഈ മോർ കൺട്രോൾസ് എന്നുള്ളതിൽ കിടക്കുന്നുണ്ടാവും ഈ ഓപ്ഷൻ. അതിൽ ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഡാർക്ക് മോഡ് ഇപ്പം കൺട്രോൾ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. മുകളിലിപ്പം കാണാം ഇതാ വന്ന് വീണ്ടും കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിവിടെ കൺട്രോൾ സെൻറ്ററിൽ ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോകുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.